നിയമവ്യവസ്ഥ സ്വീകാര്യമല്ലെന്ന് മാണി സി കാപ്പൻ. മന്ത്രിസ്ഥാനം നൽകുന്നത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്. ഇരുവരും വാക്കു പാലിക്കണം. ടീം UDF എന്ന് പറയുമ്പോൾ എല്ലാവരും ഇല്ലേ എന്നും മാണി സി കാപ്പൻ ചോദിച്ചു. മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ ബാക്കി കാര്യങ്ങൾ ടൈം വ്യവസ്ഥ പറഞ്ഞു. എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഇന്ന് വീണ്ടും സംസാരിക്കാം. വേറെ ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചിട്ടില്ല. മറുപടി പറയട്ടെ. വി.ഡി. സതീശൻ തന്നെ ഒന്ന് പ്രസംഗിച്ചല്ലേ പാലയിൽ. മാണി സി കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കും, കൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു പാലായ്ക്ക് ഒരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നത്. ടീം UDF തന്നെ പറഞ്ഞു. ആ ടീമിൽ എല്ലാവരും ഇല്ലേ? ഞാൻ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. 6 പേര് കളിക്കുന്ന ടീമിൽ ഒരാളെ മാറ്റി നിർത്തി കളിക്കാൻ പറ്റുമോ? ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും മന്ത്രി ആരെല്ലാം ആകണം മന്ത്രി, അതുപോലെ തന്നെ വകുപ്പുകൾ എങ്ങനെയെല്ലാം എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ എന്തായാലും ചർച്ച പുരോഗമിക്കുമ്പോഴും മാണി സി കാപ്പൻ അവർക്ക് നൽകിയ ടേം വ്യവസ്ഥ സ്വീകാര്യമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഒരു അനുനയ ചർച്ചയിലേക്ക് അടക്കം പോകുമോ? എന്താണ് സ്വീകരിക്കുന്ന നിലപാട്? നിലവിൽ അനൂപ് ജേക്കബിനും അതുപോലെ തന്നെ മാണി സി കാപ്പനും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം വീതം വെച്ച് നൽകാമെന്നുള്ളൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ 2.5 വർഷം അനൂപ് ജേക്കബും രണ്ടാമത്തെ 2.5 വർഷം മാണി സി കാപ്പനും എന്നുള്ളതാണ് നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇരുവരും അതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും മാണി സി കാപ്പൻ അതിനെതിരെ തുറന്നടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ വി.ഡി. സതീശനും വാക്ക് തന്നിട്ടുള്ളതാണ്. പാലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്ക് കാറിൽ പോകുന്ന മാണി സി കാപ്പൻ തിരിച്ചു വരിക കൊടിവെച്ച കാറിലായിരിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട് പാലയ്ക്കൊരു വലിയ സമ്മാനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നൽകുമെന്ന്. അങ്ങനെ 2 പേരും തനിക്ക് വാക്ക് നൽകിയ ഒരു കാര്യമാണ്. ഇരു നേതാക്കളും ഇക്കാര്യത്തിൽ ഒരു വാക്ക് പാലിക്കണം എന്നുള്ളതാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം വളരെ വൈകാരികമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ടീം UDF എന്നാണ് പറയുന്നത്. ഈ ടീം UDF എന്ന് പറയുമ്പോൾ ആ ടീമിൽ ഞാനില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു വോളിബോൾ ടീം, താനൊരു വോളിബോൾ പ്ലെയർ ആണ്. നമുക്കറിയാവുന്ന പോലെ മാണി സി കാപ്പൻ ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്ന ആളാണ്, വോളിബോൾ കളിക്കാരനായിരുന്ന ആളാണ്. ആ ടീമിൽ 6 പേരാണ് സാധാരണ നിലയിൽ ഉണ്ടാവുക. അതിലൊരാളെ മാറ്റി നിർത്തി 5 പേർക്ക് എങ്ങനെയാണ് കളിക്കാൻ കഴിയുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ജയിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ചല്ലേ, ഒരു ടീമായാണല്ലോ ടീം UDF ജയിച്ചത്. അപ്പോൾ അതിൽ ഒരാളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ 2 പേരെ മാറ്റി നിർത്തുന്നത് അതെന്ത് അവസ്ഥയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നുകൂടി മാണി സി കാപ്പൻ പറയുന്നുണ്ട്. നിലവിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കാനില്ല. ഏതായാലും ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തനിക്ക് കടുത്ത അതിർത്തിയുണ്ട് എന്ന് തന്നെ തുറന്നു പറയുകയാണ് മാണി സി കാപ്പൻ. ഏതായാലും ഇനിയിപ്പോൾ മാണി സി കാപ്പനുമായുള്ള ചർച്ച നടക്കും. അല്പസമയം മുമ്പ് മലങ്കര കത്തോലിക്ക സഭയുടെ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവയെ കാപ്പൻ അവിടെ അദ്ദേഹത്തിന്റെ സ്ഥലത്തെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് മാണി സി കാപ്പന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. ടീം UDF-ൽ താനില്ലേ എന്നുള്ള ഒരു വളരെ വൈകാരികമായ ഒരു ചോദ്യമാണ് മാണി സി കാപ്പൻ ഉന്നയിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഇരുവരുമായുള്ള ചർച്ച തുടരുകയാണ്. കാപ്പനും അതുപോലെ തന്നെ കാപ്പൻ ഇപ്പോൾ അവിടേക്ക് ചെല്ലുന്നതോടുകൂടി ചർച്ച തുടങ്ങും. അനൂപ് ജേക്കബിനെയും അനുനയിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. 2 പേർക്കും ഫുൾ ടൈം മന്ത്രിസ്ഥാനം വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഈ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ടേം വ്യവസ്ഥ സ്വീകാര്യമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരു നേതാക്കളും, അനൂപ് ജേക്കബും അതുപോലെ തന്നെ മാണി സി കാപ്പനും. എന്തായാലും മാണി സി കാപ്പൻ അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി ടൈം വ്യവസ്ഥ തന്നെയാണ് എങ്കിൽ ഇവർ അനുനയത്തിന് വഴങ്ങുമോ അല്ലെങ്കിൽ മറ്റ് കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ പോകുമോ എന്നുള്ളതും അറിയേണ്ടതാണ്. ശരി, എന്തായാലും ടേം വ്യവസ്ഥ സ്വീകാര്യമല്ല എന്നൊരു നിലപാടിലേക്കാണ് മാണി സി കാപ്പൻ എത്തുന്നത്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും പറഞ്ഞ വാക്ക് പാലിക്കണം എന്നൊരു കാര്യമാണ് മാണി സി കാപ്പൻ പറയുന്നത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.